തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയഭാഗമായ കോട്ടയ്ക്കകത്ത് വാഴപ്പള്ളി ജംഗ്ഷൻ അടുത്ത് കല്ലമ്പള്ളി തെരുവിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ശ്രീ മാർക്കണ്ഡേയ ധർമ്മശാസ്താ ക്ഷേത്രം. ശ്രീ മാർക്കണ്ഡേയ ധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ മാർക്കണ്ഡേയ ധർമ്മശാസ്ത്ര സന്നിധിയിലാണ് നിൽക്കുന്നത്. എന്താണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയും എന്താണ് ഇന്നത്തെ വിശേഷവും എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. മാർക്കണ്ഡേയ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ പുരാതനമായ ക്ഷേത്രമാണ്. ഇവിടെ എന്തുകൊണ്ടാണ് മാർക്കണ്ഡേയ ധർമ്മശാസ്താവ് എന്ന് പറയുന്നത്? ഇവിടെ ശാസ്താവാണ് പ്രതിഷ്ഠ. ശാസ്താവിന്റെ വലതുകയിൽ ശിവലിംഗവുമായിരിക്കുന്ന പ്രതിഷ്ഠയാണ്. സാധാരണ ശാസ്താവിന്റെ വലതുകയിൽ ചിന്മുദ്രയാണ് കാണുന്നത്. ഇവിടെ ശാസ്താവിന്റെ വലതുകയിൽ ശിവലിംഗമാണിരിക്കുന്നത്. പിന്നെ ഈ ശ്രീകോവിലിൽ തന്നെ പഞ്ചനാഥ സംരക്ഷണത്തോടുകൂടി ഒരു ശിവലിംഗ പ്രതിഷ്ഠയും അല്ലാതെയും ഉണ്ട്. അപ്പോൾ ശാസ്താവ് ശിവനെ പൂജിക്കുന്നു, സ്വന്തം പിതാവായ ശിവനെ പൂജിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആണ് മാർക്കണ്ഡേയ ധർമ്മശാസ്താവ് എന്ന് പറയുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പേ പത്മനാഭസ്വാമിത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. അനന്തപുരിയിൽ പത്മനാഭസ്വാമിയുടെ പുനരുദ്ധാരണ സമയത്ത് ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇവിടെ വന്ന് 41 ദിവസം ശാസ്താപ്രീതി നടത്തിയ ഐതിഹ്യവും ചരിത്രങ്ങളുണ്ട്. ചരിത്രം പറയുകയാണെങ്കിൽ എട്ടരയോഗം പോറ്റുമാരുടെ നെയ്തശ്ശേരി അവരുടെ കയ്യിൽ നിന്നും ആയിരുന്നു ഇതിൻ്റെ ഭരണവും കാര്യങ്ങളും ഉയർന്നുകൊണ്ടുമെല്ലാം. അവരിൽ നിന്നും കുടുംബങ്ങൾ മറിഞ്ഞാണ് ഇപ്പോൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ്, മാർക്കണ്ഡേയ ശാസ്ത്ര ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇതിൻ്റെ ഭരണവും കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു വിശേഷം. ഒരേ ശ്രീകോവിൽ ശാസ്താവും ശിവനും ഇരിക്കുന്നു. ശാസ്താവ് ശിവനെ പൂജിക്കുന്നു എന്നതാണ് ധർമ്മശാസ്താവ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ തന്നെ കന്യമൂല ഗണപതിയും അഷ്ടഭുജങ്ങളോടുകൂടി രാജരാജേശ്വരിയും നവഗ്രഹ പ്രതിഷ്ഠയും ശനീശ്വര പ്രതിഷ്ഠയും ഉണ്ട് എന്നുള്ളത് വളരെ വിശേഷമാണ്. കാരണം ജ്യോതിഷപ്രകാരമായിട്ട് ശനിയുടെ അധിദേവൻ എന്ന് പറയുന്നത് ശാസ്താവാണ്. ശാസ്താവ്, ശിവൻ, ഗണപതി, നവഗ്രഹങ്ങൾ, ശനീശ്വരൻ ഇവരെ പൂജിച്ചു കഴിഞ്ഞാൽ ശനിദോഷം മാറും, നവഗ്രഹദോഷം മാറും എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇവരെല്ലാം ഒരേ ക്ഷേത്രത്തിലുള്ളത് വളരെ വിശേഷമാണ്. അപ്പോൾ ഇവിടെ നടത്തുന്ന ശനിദോഷ പരിഹാരത്തിന്, നവഗ്രഹദോഷ പരിഹാരത്തിനുള്ള പൂജകൾ വളരെ ഫലപ്രദമായി ഭക്തർ പറയുന്നു. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നീരാഞ്ജനം, നവഗ്രഹ പൂജ, ശനീശ്വര എള്ളെണ്ണധാര, ശനിദീപം എന്നിവ ഇവിടെ വളരെ വിശേഷമാണ്. ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനവും ശിവന് ജലധാരയും ശനീശ്വരന് എള്ളെണ്ണ കൊണ്ടുള്ള അഭിഷേകവും എള്ളെണ്ണ തിരദീപവും എള്ളു കൊണ്ടുള്ള തിലം കൊണ്ടുള്ള കിഴിയിട്ടിട്ട് എള്ളെണ്ണ കൊണ്ടുള്ള ദീപവും വളരെ വിശേഷമായിട്ട് കരുതും. ശനിദീപം, എള്ളെണ്ണധാര, നീരാഞ്ജനം, ശിവന് ജലധാര ഇവയെല്ലാം വളരെ വിശേഷമാണ്. പിന്നെ അമാവാസി തോറും ഇവിടെ നവഗ്രഹ ഹോമമാണ്. 9 സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ നേർരേഖയിൽ വരുന്ന ദിവസമാണ് അമാവാസി ദിവസം. ഈ അമാവാസി ദിവസം നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള നവഗ്രഹ ഹോമം ഇവിടെ വളരെ വിശേഷമാണ്. ഉദ്ദിഷ്ടകാര്യസിദ്ധ്യത്തിനും നവഗ്രഹ പ്രീതിക്കും എല്ലാ ഗ്രഹപ്പിഴകൾ മാറുന്നതിനും വളരെ വിശേഷമാണ്. അത് നവഗ്രഹങ്ങളെ സങ്കല്പിച്ച് 9 മാസം കണ്ടിന്യൂസ് ആയിട്ട് 9 അമാവാസി ദിവസങ്ങളിൽ ഇവിടെ ഹോമം രാവിലെ 7 മുതൽ 10 വരെ കണ്ടിന്യൂസ് ആയി നടക്കുന്നുണ്ടാവും. അത് ചെയ്യുന്നത് വളരെ വിശേഷമായിട്ട് കരുതുന്നു. ഇന്ന് അപ്പോൾ ഇങ്ങനെയുള്ള ഈ വിശിഷ്ടമായ ക്ഷേത്രത്തിൽ ഭക്തർ വരിക, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക, ഭഗവാന്റെ അനുഗ്രഹം നേടുക എന്നുള്ളത് ആണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. സ്വാമിയേ ശരണമേ.
सर्वेष्णु स्थाप्यामि